ഹായ് നമസ്കാരം. എൻ്റെ പേര് ഉണ്ണികൃഷ്ണൻ എന്നാണ്. ഞാൻ മലപ്പുറത്ത് കാടപ്പടി എന്ന് പറയുന്ന സ്ഥലത്ത് ഇക്കോ ഡെക്കോർ വേൾഡ് ഫർണിച്ചർ എന്ന് പറയുന്ന ഒരു ഫർണിച്ചർ സ്ഥാപനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിന്ന് ഇവൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനികൾ പ്ലാസ്റ്റിക് ചെയറുകൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് പ്രത്യേകിച്ച് ഇവൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനിക്കാരാണ് കൂടുതൽ പ്ലാസ്റ്റിക് ചെയറുകൾ ദിവസേന ഹാൻഡിൽ ചെയ്യുന്നവരാണ്. 100 തൊട്ട് 1000 ചെയറുകൾ വരെ ദിവസേന ഹാൻഡിൽ ചെയ്യുന്ന ഇവൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനികൾ ഉണ്ട്, നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ നമ്മൾ പലരും പറയുന്നത് പ്ലാസ്റ്റിക് ചെയർ അതിൻ്റെ ക്വാളിറ്റി കുറവായതുകൊണ്ടാണ് അത് പൊട്ടിപ്പോകുന്നത്, അത് മെറ്റീരിയൽ മോശമായതുകൊണ്ടാണ് പൊട്ടിപ്പോകുന്നത്. എന്നാൽ അങ്ങനെയല്ല, നമ്മളെ ഹാൻഡ്ലിങ്ങും ഒരു മെയിൻ റീസണാണ്. ഈ ചെയറുകൾ പെട്ടെന്ന് പൊട്ടിപ്പോകാനുള്ള ഒരു മെയിൻ റീസണാണ് അത് നമ്മളെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു, ചെയറുകൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളത് ഒരു വലിയൊരു റീസണാണ്. അപ്പോൾ നമ്മളത് ഹാൻഡിൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് എന്താണെന്ന് വെച്ചാൽ, ഈ ചെയറുകൾ ഒരു ചെയറും തന്നെത്താനെ പൊട്ടിപ്പോകുന്നില്ല. ഈ ചെയർ അത് സ്ട്രെസ്സ് പോയിൻ്റ്, അതിന് സമ്മർദ്ദം കൂടുതൽ അനുഭവപ്പെടുന്ന സ്ഥലങ്ങളിലാണ് ഈ ചെയറുകൾ പൊട്ടിപ്പോകുന്നത്. അപ്പോൾ അത് എവിടെയൊക്കെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ കൈയുള്ള ചെയറാണെങ്കിൽ നമ്മുടെ ബാക്ക് റെസ്റ്റിൻ്റെ ജോയിൻറ്റുകളിൽ, ബാക്ക് റെസ്റ്റ് നമ്മളെ ചാരിയിരിക്കുന്ന ഭാഗമുണ്ടല്ലോ, അതിൻ്റെ ജോയിൻറ്റുകളിൽ ചെയറുകൾ പെട്ടെന്ന് പൊട്ടിപ്പോകും. പിന്നെ മുൻഭാഗത്തെ കാലുകൾ പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന ഒരു ഏരിയയാണ്. പിന്നെ ആം ജോയിൻറ്റ്, കൈയുള്ള ചെയറുകളാണെന്ന് വെച്ചെങ്കിൽ ഈ നമ്മുടെ കൈകൾ റെസ്റ്റ് ചെയ്യുന്ന ഭാഗം, അതും അതിൻ്റെ ബേസ്മെൻറ്റും ജോയിൻ ചെയ്യുന്ന ഭാഗങ്ങളിൽ ചെയറുകൾ പെട്ടെന്ന് പൊട്ടിപ്പോകും. അപ്പോൾ നമ്മൾ കുത്തനെ ഇരിക്കുകയാണെങ്കിൽ ഏതൊരു ചെയറും എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും അത് സ്ട്രോങ് ആവുകയാണ് ചെയ്യുന്നത്. നമ്മളതിൽ കുത്തനെ സ്ട്രെയിറ്റ് ആയിട്ട് ഏത് ചെയറിൽ ഇരിക്കുകയാണെങ്കിൽ ആ ചെയർ എപ്പോഴും സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കും. അതല്ല, നമ്മളത് വീക്കായി പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, പ്ലാസ്റ്റിക് അതിൽ വീക്കായി പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഒരു സൈഡിലേക്ക് ചാരിയിരിക്കുമ്പോൾ അല്ലെങ്കിൽ സൈഡ് പ്രഷർ കൊടുത്തിരിക്കുമ്പോഴാണ് ചെയർ എപ്പോഴും, അത് കൈയുള്ള ചെയറാണെങ്കിലും ശരി, കൈയില്ലാത്ത ചെയറാണെങ്കിലും ശരി, ചെയർ വീക്കായി പോകുന്നത്. നമ്മൾ ഒരു സൈഡിലേക്ക് മാറി ചെരിഞ്ഞിരിക്കുമ്പോൾ, ഒരു സൈഡിലേക്ക് പ്രഷർ അധികം കൊടുക്കുമ്പോഴാണ് ചെയർ പെട്ടെന്ന് വീക്കായി പോകുന്നത്. അപ്പോൾ ഒരിക്കലും നമ്മൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചെയറും നമ്മൾ ട്വിസ്റ്റ് ചെയ്യരുത്, വളച്ച് പിരിക്കുക അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ചെയ്യരുത്. ഡ്രാഗ് വലിച്ചു കൊണ്ടുവരുത്, നിലത്ത് കൂടെ വലിച്ചു കൊണ്ടുവരുത്. പിന്നെ അല്ലെങ്കിൽ സൈഡായിട്ട് ഒരു സൈഡ് വീഴുന്ന രീതിയിൽ താഴോട്ട് ഇടരുത്. ഇങ്ങനെയൊന്നും നമ്മൾ ചെയ്യരുത്. ഇതൊക്കെ ചെയറിൻ്റെ ലൈഫ് കുറയ്ക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ഈ നമുക്ക് എങ്ങനെ അത് അട്ടിയിടാന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ആലോചിക്കാം. അതായത് നമുക്ക് കൈയില്ലാത്ത ചെയറുകൾ നമുക്ക് അട്ടിക്കിടാം. അതിനൊരു ലിമിറ്റുണ്ട്, എത്ര എണ്ണം അട്ടിക്കിടുക എന്നുള്ളതിന് ഒരു ലിമിറ്റുണ്ട്. അപ്പോൾ നമുക്കൊരു 15-20 ചെയറുകളൊക്കെ അട്ടിക്കിടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു സേഫാണ്. അപ്പോൾ നമ്മൾ അട്ടിക്കിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളതിൻ്റെ കാലുകൾ കറക്റ്റായിട്ട് അലൈൻ, ഒരു കാലിൻ്റെ ഗ്യാപ്പിലേക്ക് മറ്റേ കാല് കയറി ചെല്ലുന്ന രീതിയിൽ അലൈനായിട്ടായിട്ട് നമ്മൾ ഇടേണ്ടത്. പിന്നെ അത് ഈ ചെയറുകൾ ഇപ്പോൾ വണ്ടിയിലാണെങ്കിൽ നമ്മൾ കയറ്റി വയ്ക്കുന്ന സമയത്ത് അല്ലെങ്കിൽ താഴെ ഇറക്കി വയ്ക്കുന്ന സമയത്ത് ഈ അട്ടി വയ്ക്കുന്ന ഫ്ലോറ് ഫ്ലാറ്റ് ആണോ എന്നുള്ളത് നോക്കണം. കറക്റ്റ് ഫ്ലാറ്റായിട്ടുള്ള ചെരിവൊക്കെയുള്ള ഏറ്റക്കുത്തനെയുള്ള സ്ഥലങ്ങളിലാണെന്നുവെച്ചെങ്കിൽ അത് ചെയറിന് കൂടുതൽ പ്രഷർ കൊടുക്കും, ചെയറുകൾ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഫ്ലാറ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിലാണ് നമ്മൾ ഈ ചെയർ വെക്കുന്നത് എന്നുള്ളത് നമ്മൾ നോക്കണം. അപ്പോൾ ഒരു അട്ടിയിലേക്ക് കൊണ്ടുപോയിട്ട് നമ്മൾ വേറൊരു അട്ടി കൊണ്ടുപോയിട്ട് എന്താ പറയുക, പ്രഷർ ഉപയോഗിച്ചിട്ട് പിന്നെ തള്ളി വയ്ക്കുന്നത്, അതൊക്കെ കേടാണ്. അപ്പോൾ ലെഗുകൾ അതുപോലെ കറക്റ്റായിട്ട് അലൈൻമെൻറ്റ് ചെയ്യാതെ വയ്ക്കുന്നത്, അതും ചെയറിൻ്റെ ലൈഫ് കുറയ്ക്കുന്നുണ്ട്. പിന്നെ നമ്മൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചിലർ ഇപ്പോൾ ചുമര് തൊട്ടടുത്തുണ്ടെങ്കിൽ ആ ചുമരിലേക്ക് ഈ അട്ടി ഇങ്ങനെ ചാരി വയ്ക്കും, അതും ചെയറിൻ്റെ ലൈഫ് കുറയാൻ കാരണമാണ്. ഒരിക്കലും അത് കുത്തനെ തന്നെയാണ് നിൽക്കേണ്ടത്. അട്ടിക്കിട്ട ചെയറുകൾ എപ്പോഴും കുത്തനെയാണ് നിൽക്കേണ്ടത്. ഒരു ചുമരിനോട് ചാരിയോ മറ്റോ നമ്മൾ ഒരിക്കലും വെക്കരുത്. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു ചെയർ കറക്റ്റായി ഒരു അട്ടിയിൽ ഏതെങ്കിലും ഒരു ചെയർ കറക്റ്റായിട്ട് അതിൽ ശരിക്കും ക്ലിയറായിട്ട് അലൈൻഡായിട്ട് നിൽക്കുന്നില്ലെങ്കിൽ, അതിൻ്റെ താഴെ എല്ലാ ചെയറുകൾക്കും അതിൻ്റെ ഒരു ഇത് കിട്ടും, അതിൻ്റെ പിന്നെ സമ്മർദ്ദം കിട്ടും. അപ്പോൾ അത് ലൈഫ് കുറയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ആം ചെയർ, കൈയുള്ള ചെയറുകളാണെങ്കിൽ അത് വലിയ അട്ടിക്ക് വെക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതല്ല. ഒരിക്കലും കൈയുള്ള ചെയറുകൾ വലിയ അട്ടികളായിട്ട് നമ്മൾ വയ്ക്കരുത്. അപ്പോൾ അതിൽ കൈയുള്ള ചെയറാണെങ്കിൽ ഒരു 10-15 ചെയറുകളൊക്കെയാണ് മാക്സിമം നമ്മൾ കമ്പനികൾ റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ പിന്നെ നമുക്കൊരു ചെയർ ഒരു അട്ടിയിൽ നിന്ന് എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ സാവധാനത്തോടുകൂടി ലിഫ്റ്റ് ചെയ്തെടുക്കാം, ഒരിക്കലും പുഷ് ചെയ്തിട്ട് നമ്മൾ എടുക്കരുത്. അതുപോലെ കൈകളും, അതിൻ്റെ കൈയുള്ള ചെയറിൻ്റെ കൈകളാണെങ്കിലും ഫ്ലാറ്റായിട്ട്
ഇരിക്കണം. അതും നമ്മൾ കൈകൊണ്ട് പ്രഷർ ഉപയോഗിച്ചിട്ട് വെക്കരുത്. ഒരു കറക്റ്റായിട്ട് പോകുന്ന അലൈനായിരുന്ന രീതിയിലാണ് നമ്മളത് അട്ടിക്കിടുന്നത്. ഒരിക്കലും നമ്മളെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അട്ടിക്കിട്ട ചെയറിൻ്റെ മേലെ നമ്മൾ എന്ത് ചെയ്യരുത്, കൈകൊണ്ട് അമർത്തരുത്. അല്ലെങ്കിൽ അതിൻ്റെ മേലെ കയറി ഇരിക്കുകയൊന്നും ചെയ്യരുത്. അട്ടിക്കിട്ട ചെയറിൻ്റെ മേലെ ഒരിക്കലും നമ്മൾ കയറിയിരിക്കരുത്. പിന്നെ നമുക്കിതിൽ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഓട്ടോയിലേക്കോ അല്ലെങ്കിൽ ഒരു ടെമ്പോയിലേക്കോ അത് ലോഡ് ചെയ്യുന്ന മിക്കവാറും സമയങ്ങളിൽ ചെയറുകൾക്ക് കൂടുതൽ ഡാമേജ് സംഭവിക്കുന്നത് നമ്മളതൊരു ഓട്ടോയിലേക്കോ അല്ലെങ്കിൽ ഒരു ടെമ്പോയിലേക്കോ ഒക്കെ ലോഡ് ചെയ്യുമ്പോഴൊക്കെയാണ് ഇത് സംഭവിക്കുന്നത്. ലോഡിങ് അൺലോഡിങ്ങിൻ്റെ സമയത്താണ് കൂടുതൽ ഡാമേജ് സംഭവിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, ഒരിക്കലും വണ്ടിയിൽ നമ്മൾ കയറ്റിയിട്ട് ചെയറുകൾ കിടത്തിയിട്ട് കൊണ്ടുവരരുത്. അത് കുത്തനെ തന്നെ വെക്കണം. അതിലൊരു റോപ്പോ അല്ലെങ്കിൽ ഒരു ബെൽറ്റോ ഉപയോഗിച്ചിട്ട് കെട്ടണം. ഓവർ ടൈറ്റ് ആയിട്ട് കെട്ടരുത്, എന്നാൽ അധികം ലൂസായിട്ടും കെട്ടരുത്. ഒരു മീഡിയം ടൈറ്റിൽ നമ്മളത് കെട്ടണം. അപ്പോൾ നമ്മൾ പിന്നെ അതുപോലെ തന്നെ ചെയറിൻ്റെ അടിയിൽ നമ്മൾ റബ്ബർ മാറ്റോ അല്ലെങ്കിൽ കാർഡ്ബോർഡോ നല്ല സോഫ്റ്റായിട്ടുള്ള കാർഡ്ബോർഡുകളൊക്കെ വെക്കുന്നതും നല്ലതാണ്. ഈ നമ്മൾ ചെയർ വെക്കുന്നതിൻ്റെ അടിയിൽ ഫ്ലോറിൽ ഇതൊക്കെ നല്ലതാണ്. പിന്നെ ഒരിക്കലും ചെയറുകൾ നമ്മൾ വലിച്ചെറിയരുത്. പിന്നെ റോഡിലൂടെ വലിച്ചഴിച്ച് കൊണ്ടുപോകരുത് ചെയറുകൾ. ഒരിക്കലും നമ്മൾ റോഡിലൂടെയൊന്നും ചെയറിൻ്റെ അട്ടിയൊന്നും ഇങ്ങനെ വലിച്ച് കൊണ്ടുപോകരുത്. അതുപോലെ ചെയറുകൾ ഈ വണ്ടിയിൽ കയറ്റിയിട്ടാണെങ്കിലും ഓവറായിട്ട് ടൈറ്റ് ചെയ്യുന്നതും ചെയറിന് കേടാണ്. അത് ക്രാക്ക് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ സ്റ്റാഫിൻ്റെ അടുത്ത് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കുന്നതാണ്. ഒരിക്കലും ചെയറിൻ്റെ മേലെ നമ്മൾ കയറി നിൽക്കരുത്. ഇനി നമ്മളിപ്പോൾ ഈവൻറ്റ് മാനേജ്മെൻറ്റ് ലൊക്കേഷനിലാണെങ്കിലും അതിൻ്റെ മേലെ കയറി നിൽക്കരുത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ 2 കാലിൻ്റെ മേലെ വെച്ചിട്ട് ചുമരിലേക്കൊക്കെ ചാരിയിരിക്കുന്നതൊക്കെ കാണാം. അതൊന്നും ഒരിക്കലും നമ്മൾ ചെയ്യരുത്. ചെയറിൻ്റെ മേലെ മുന്നിൽ 2 കാല് പൊന്തിയിട്ടുണ്ടാവും, അപ്പോൾ ഇരുന്നിട്ട് ചുമരിൻ്റെ മേലെ ചാരിയിരിക്കുക, അതും ചെയറിൻ്റെ കാലുകളെ ഡാമേജ് ആക്കും. പിന്നെ നമ്മൾ പരിക്കൻ സ്ഥലങ്ങളിലൂടെയൊന്നും വലിച്ചഴിച്ച് കൊണ്ടുവരുത്. അപ്പോൾ ഒരിക്കലും നമ്മൾ ഒരു ചെയറിൻ്റെ മേലെ കയറി നിൽക്കരുത്. അത് ചെയറിൻ്റെ ലൈഫിനെ കുറയ്ക്കുക, എപ്പോഴും കാല് പൊട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ പ്ലാസ്റ്റിക് ചെയറുകൾ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട, പ്ലാസ്റ്റിക് ചെയർ എന്ന് പറഞ്ഞാൽ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്, അല്ലാതെ ഒരു ലേഡറായിട്ട് ഒരു കോണിയായിട്ടോ അല്ലെങ്കിൽ ഒരു ബെഞ്ചായിട്ടോ ഒന്നും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള സാധനങ്ങളല്ല. അപ്പോൾ ഒരു ഫർണിച്ചറല്ല. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ചെയർ ഹാൻഡിൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇത് മെയിനായിട്ട് ഇവൻറ്റ് മാനേജ്മെൻറ്റ് ആൾക്കാർക്കാണ് ഇത് ഉപകാരപ്പെടുക. കാരണം അവർ ഒരു ദിവസം എന്ന് പറയുന്നത് 100 തൊട്ട് 1000 വരെ ചെയറുകൾ അവർ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ ഈ വീഡിയോ കണ്ടിട്ട് ആ ചെയറിൻ്റെ ലൈഫ് നോക്കിയിട്ട്, മെയിനായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ചെയറിൻ്റെ ലൈഫ് എന്ന് പറയുന്നത് അതിൻ്റെ ക്വാളിറ്റി ഓഫ് മെറ്റീരിയൽ മാത്രമല്ല, നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നതും വലിയൊരു അളവ് വരെ ചെയറിൻ്റെ ലൈഫിനെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ്. അപ്പോൾ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്താൽ നമുക്ക് 4 വർഷം ഉപയോഗിക്കേണ്ടത് 6-7 വർഷം വരെ ഉപയോഗിക്കാൻ പറ്റും. താങ്ക് യു ഫ്രണ്ട്സ്.